അല്ല അനിൽ, ഇതിനകത്ത് ഞാനും ഒരു അഭിഭാഷകനാണ്. പക്ഷെ ഞാൻ ഇതിനകത്ത് നിയമം പറയുന്നില്ല, ഞാൻ രാഷ്ട്രീയമാണ് പറയുന്നത്. എനിക്കിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അവസാന ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? ഇവിടെ ബിരിയാണി ചെമ്പിൻ്റെ അന്വേഷണം നടന്നു, അവിടെ അത് നടന്നു, ഇത് നടന്നു, ഒന്നും സംഭവിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിന്നെ ഒരു സമരത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് വേണം, സമയമുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചർച്ച ചെയ്യാം. അതിപ്പോൾ നമ്മൾ തൽക്കാലം അതിലേക്ക് പോകണ്ട. അപ്പോൾ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നേതാവ് പിണറായി വിജയൻ കേന്ദ്രത്തിലേക്ക് കത്തെഴുതുകയായിരുന്നു. അതെ. എന്നിട്ട് പറഞ്ഞെന്താണ്? എന്ത് അന്വേഷണവും ഇവിടെ നടന്നോട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് NIA വന്നത്. അത് കഴിഞ്ഞ് ED വന്നപ്പോഴും ഒക്കെ ഉള്ള ED വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ED അന്വേഷണം വന്നപ്പോൾ EDയെ തടയാനുള്ള പണി അദ്ദേഹത്തിൻ്റെ നേതാവ് തുടങ്ങി. എങ്ങനെ തുടങ്ങി? ED അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ FIR ഇട്ടു, അവരുടെ ഫോൺ ടാപ്പ് ചെയ്തു. അവസാനം എന്തന്വേഷണവും നടന്നോട്ടെ എന്ന് പറഞ്ഞ പിണറായി വിജയൻ ED അന്വേഷണം തടയാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വരെ നിയമിച്ചു. ഒന്ന് ആലോചിച്ചു, എന്തൊരു അസംബന്ധമാണ്. ഇന്ന് പത്രത്തിൽ കണ്ടു, അയാൾക്ക് വേറൊരു അന്വേഷണത്തിന് മൂന്നെണ്ണമായിരുന്നു നേരത്തെ, മൂന്നെണ്ണമായിരുന്നു. ഈ ED അന്വേഷണം ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തിട്ട് ഈ CN മോഹനൻ ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ ചെയർമാനായിട്ടിരുന്ന് പൈസ മേടിച്ച് നക്കി തിന്നുകയാണ് അയാള്. ഈ മോഹനൻ എന്ന് പറഞ്ഞ ആള് അയാൾ അവിടെ ഇരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അയാളെ വേറെ മറ്റേ താനൂർ ബോട്ടപകടം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനിൽ വെച്ചു. അതോടൊപ്പം തന്നെ അയാള് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ചെയർമാനാണ്. ഇതിപ്പോൾ 4ാമത് അയാൾ കൊടുത്തിരിക്കുക. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ED അന്വേഷണം വന്നപ്പോൾ എന്തന്വേഷണം നടന്നാലും കുഴപ്പമില്ല എന്നുള്ളത് അങ്ങ് മാറ്റി വെച്ചു. EDയെ തടയാൻ വേണ്ടിയിട്ട് നോക്കി, അത് നടന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കൈകൾ ശുദ്ധമാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയട്ടെ, കൈകൾ പെരുങ്കള്ളനാണ് ഈ മനുഷ്യൻ. കൈകൾ ശുദ്ധമാണെന്ന് അയാൾ പറയുന്നു. അയാൾ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ ഓർമ്മയില്ലേ, സ്വപ്ന സുരേഷിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വപ്ന സുരേഷിനെ താൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞൊരു പരമശുദ്ധനും പരിഭാവനമായ മനസ്സുള്ളൊരു പിണറായി വിജയനാണ് ഇവിടെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം മുമ്പ് അയാൾ എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ സ്റ്റാഫിലുള്ളവരൊന്നും ആരെ അടിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനക്കറിയില്ല. അയാളുടെ പേഴ്സണൽ സ്റ്റാഫ്, അയാളുടെ റിംഗ് റൗണ്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നത് ഇയാൾ കണ്ടിട്ടില്ലെന്ന്. ആര്? പിണറായി വിജയൻ കണ്ടിട്ടില്ലെന്ന്. 2012 TP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ ഓർമ്മയില്ല, എന്താ പറഞ്ഞത്? എനിക്കറിയില്ല. ഏത് കുഞ്ഞനന്തൻ ജയിലിൽ കിടന്നാ മരിച്ചത്? കുഞ്ഞനന്തൻ, മനസ്സിലായില്ലേ? അന്ന് അയാൾ പറഞ്ഞു ആരെയാ കൊന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഈ പെരുങ്കള്ളനെന്ന് ജനങ്ങളെ കൊണ്ട് വിളിക്കുന്നൊരു മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കട്ടെ, നിവൃത്തിയില്ലല്ലോ നമുക്ക്, അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. മടിയിൽ കനമില്ലാത്തതുകൊണ്ട് എനിക്ക് വഴിയിൽ ആരെയും ഭയക്കേണ്ടതില്ല എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ വിജയൻ നമ്മളോട്, ഈ പിണറായി എന്നുള്ള വിജയൻ. അങ്ങനെയുള്ള വിജയൻ എന്തിനാണ് ഈ വാലെ തീ പിടിച്ച് ഓടുന്നത്? സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ, അയാൾ എന്തിനാണ് ഈ വാലെ തീ പിടിച്ച് ഓടുന്നത്? എവിടെ വേണേ അന്വേഷിച്ചോട്ടെ, എനിക്കൊരു മുല്ലുമില്ല എന്ന് പറഞ്ഞ് 54 ഇഞ്ച് നെഞ്ചും വിരിച്ചിരിക്കേണ്ട പിണറായി വിജയൻ SFI അന്വേഷണം തുടങ്ങിയപ്പം ഞാൻ ചോദിക്കുന്നു, ഉളുപ്പും ലജ്ജയും ഉണ്ടോ ഇയാൾക്ക്? ഇയാളുടെ ശരീരത്തിൽ ഒരു തുള്ളിയെങ്കിലും ഉളുപ്പോ ലജ്ജയോ ഉണ്ടോ? KSIDCക്ക് കൊടുക്കുന്ന 25 ലക്ഷം രൂപ ഇയാളുടെ പിണറായിലെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? പിണറായിലെ തറവാട്ടിൽ നിന്ന് 50 കൊടുത്തു ഇതിനകം. നാളത്തത് അയാൾ തന്നെയായിരിക്കും. നാളെ ഇത് വല്ല ജൂനിയർ വക്കീലായിരിക്കും, അയാൾ തന്നെയായിരിക്കും. 25 ലക്ഷം രൂപ എൻ്റെയും ഈ പിരിക്കുന്ന അനിൽ നമ്പ്യാരുടെ ഇങ്ങേരുടെയും കൂടി ഖജനാവിൽ നിന്ന് ഞങ്ങൾ നികുതി കൊടുത്ത പണമാണ് പോവുക. 25 ലക്ഷം ഓൺലൈനിൽ കൂടെ പങ്കെടുത്ത് ഓൺലൈനിൽ വന്ന് 25 ലക്ഷം മേടിച്ച് നക്കി തിന്നു. അത് കഴിഞ്ഞൊരു 25 കൂടെ മേടിച്ചു. നാളെ ഒരു 25 കൂടെ മേടിക്കും. ഒരു 2-3 മാസം കഴിയുമ്പോൾ CS വൈദ്യനാഥൻ ഒരു കോടീശ്വരനാവും. അതല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ? KSIDCയുമായി ബന്ധപ്പെട്ട് പോയി എടുത്ത് ചവറ്റുകൊണ്ടേ കളഞ്ഞ് ചവിട്ടി തേച്ച് കളഞ്ഞു ദേവൻ രാമേന്ദ്രൻ. പച്ചയ്ക്ക് ചോദിച്ചു, വലിയ നിയമമൊന്നുമല്ല ചോദിച്ചത്, പച്ചയ്ക്ക് ചോദിച്ചു. എന്തിനാണ് ഇത്ര ഭയം? പച്ചക്ക ചോദിച്ചു, അതിനകത്ത് ഒരു നിയമവുമില്ല.
ഈ ഷോണും ഇദ്ദേഹം കൂടെ സംസാരിച്ച നിയമമൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്കതിനകത്ത് രാഷ്ട്രീയം മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. എന്തിനാണ് ഇത്രയും അങ്ങോട്ട് വാലെ തീ പിടിക്കുന്നത്? എന്നിട്ട് ഇപ്പം നാളെ ബാംഗ്ലൂർ ഹൈക്കോടതി പോയിരിക്കുന്നു. എന്തിന്? അന്വേഷണം തടയും. എന്തിനാണ് അന്വേഷണം തടയുന്നത് വിജയ? ഞാൻ വിജയനോട് ചോദിക്കാനൊരു സാധാരണ പൗരനുള്ളതിൽ, വിജയ അവരന്വേഷിച്ചിട്ട് പോട്ടെ വിജയ. ഒന്നുമില്ലെങ്കിൽ വിജയൻ എന്തിനാണ് പേടിക്കുന്നത്? വിജയന്റെ മടിയിൽ കനമില്ലെന്ന് വിജയൻ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. വിജയന്റെ കൈ ശുദ്ധമാണെന്നും വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വിജയൻ അതുകൂടാതെ പറഞ്ഞെന്താണ്? എൻ്റെ ഭാര്യയുടെ പാവപ്പെട്ട പിച്ചക്കാശും കൊണ്ട് പോയതാണ് എന്നല്ലേ പറയുന്നത്. ഈ കൈകൾ ശുദ്ധമാണെന്നും എൻ്റെ ഭാര്യയുടെ പിച്ചക്കാശും കൊണ്ട് പോയതുമാണെന്ന് പറഞ്ഞ വിജയന്റെ ഇളയ മകൻ വിവേക് തായിക്കണ്ടിയിൽ 2004 ബർമിംഗാമിൽ പഠിക്കാൻ പോയപ്പം കൊടുത്ത 42 ലക്ഷം ആരുടെയാണ് വിജയ? വിജയൻ ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് വിജയൻ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മരപ്പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്, മരപ്പൊട്ടന്മാര്. അതുകൊണ്ട് വിജയൻ എഴുതി വെച്ചോളൂ, നാളെ കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഒരു കടലാസ് ഇങ്ങനെ പറന്നു വരും പുറത്തേക്ക്.